ചോദ്യം 1. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 6-ാം വചനം. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് 2 ബൈബിൾ വ്യക്തികളുടെ പേരാണ്. ഏതാണ് ആ പേരുകൾ? ഉത്തരം നോഹ, മനോഹ. അടുത്ത ചോദ്യം. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ഉൽപ്പത്തി 8-ാം അധ്യായം 2-ാം വചനം. ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഭക്ഷണത്തിൻ്റെ പേരാണ്. ഏതാണ് ആ ഭക്ഷണം? ഉത്തരം അട. അടുത്ത ചോദ്യം. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. സങ്കീർത്തനങ്ങൾ 53-ാം അധ്യായം 3-ാം വചനം. ഇതിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളത് ഒരു ഉപകരണത്തിൻ്റെ പേരാണ്. ഏതാണ് ആ ഉപകരണം? ഉത്തരം പിൻ. അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യം. അതിനു മുൻപായി നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കമൻറ്റ് ചെയ്തിരുന്നവരുടെ പേരുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ 6 പേരാണ് നമ്മുടെ കഴിഞ്ഞ പാർട്ട് 2 വീഡിയോയിൽ ശരിയുത്തരം കമൻറ്റ് ചെയ്തിരുന്നത്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിനെ 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ന്യായാധിപന്മാർ 15-ാം അധ്യായം 20-ാം വചനം. ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഏതാണ് ആ സ്ഥലം? നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. സങ്കീർത്തനങ്ങൾ 26-ാം അധ്യായം 7-ാം വചനം. ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു പക്ഷിയുടെ പേരാണ്. ഏതാണ് ആ പക്ഷി? എല്ലാവരും ശരിയുത്തരം കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ ഈ വീഡിയോയുടെ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം.